കാഞ്ഞങ്ങാട്ടുകാരനായ കോടോത്ത് രവിയും ഞാനും മട്ടന്നൂർ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. മാത്രമല്ല ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രവി നന്നായി ചിത്രം വരയ്ക്കും, പാട്ട് പാടും, കാണാനും സുന്ദരനാണ്, വളരെ ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്കും അദ്ദേഹത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമൊക്കെയാണ്. ഞങ്ങൾ ഒന്നിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളേജ് വിട്ട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം കാടാച്ചിറക്കാരനായ രവി എന്ന് പറയുന്ന വേറൊരു സുഹൃത്തും ഞാനും കൂടി നമുക്ക് കോടോത്തിനെ അന്വേഷിച്ച് പോയാലോ, അങ്ങനെ കാഞ്ഞങ്ങാട്ട് ഞങ്ങൾ ചെന്നിറങ്ങി. കാഞ്ഞങ്ങാട് ചെന്നിറങ്ങി അങ്ങനെ പല സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സൊന്നുമില്ല. അന്വേഷിച്ച് കോടോത്ത് എന്ന് പറയുന്ന തറവാട് കുറച്ച് പേര് കേട്ടതാണ്. കോടോത്ത് രവി ഗോവിന്ദൻ നായരുടെ മറ്റേത് മറിച്ചത് അങ്ങനെ പല രീതിയിലും രാവണേശ്വരത്താണ് എന്ന് ഒരാൾ പറഞ്ഞു. മാവുങ്കൽ, അത് കഴിഞ്ഞ് ചാലിങ്കൽ എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് കുറേ ദൂരം കശുമാവിൻ തോപ്പാണ്. ആ തോപ്പിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് അന്നവിടെ ആ റൂട്ടിൽ ബസ്സൊന്നുമില്ല. ഇന്ന് ബസ്സുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര റിമോട്ടായിട്ടുള്ള കാട് പോലെയുള്ള സ്ഥലമാണ്. കശുമാവിൻ തോപ്പാണ്, നീണ്ടു കിടക്കുന്ന. പിന്നെ ചെത്തുകല്ല് വെട്ടുന്ന കുഴികളും, ഒരു പ്രത്യേകതരം ലാൻഡ്സ്കേപ്പാണ്, ഒരു പ്രത്യേകതരം സ്ഥലമാണ്. അധികം തെങ്ങുകളൊന്നുമില്ല. കേരളമല്ല, കേരളത്തിന്റെ പിന്നെ പ്രത്യേകമായ ഒരു കാഴ്ചയാണല്ലോ എല്ലാ സ്ഥലത്തുള്ള തെങ്ങുകൾ. അവിടെ അതൊന്നുമില്ല. അങ്ങനെ രാവണേശ്വരത്ത് ഞങ്ങളെത്തുന്നു. 2-3 ദിവസം രവിയുടെ വീട്ടിൽ താമസിക്കുന്നു. രവിയുടെ വീട്ടുകാരും പിന്നെ സഹോദരന്മാർ, അതായത് അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാ ആൾക്കാരായിട്ടും സംസാരിക്കുന്നു. അവരൊക്കെ വളരെ സ്നേഹമുള്ളവരാണ്. അവിടുത്തെ നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നു. തിരിച്ച് വരാൻ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് രവി ഞങ്ങൾക്ക് കാശ് തരുന്നു. ആ ഓർമ്മ, രാവണേശ്വരത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മ, വളരെ കാലം കഴിഞ്ഞതിന് ശേഷം നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജു അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ബോംബെയിൽ നിന്ന് വരുന്ന പ്രൊഫഷണൽ കില്ലർ. അപ്പോൾ തിലകൻ ചേട്ടനാണ് ഈ പ്രൊഫഷണൽ കില്ലറെ ബോംബെയിൽ നിന്ന് വരുത്തുന്നത്. തിലകൻ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കും. അപ്പം അദ്ദേഹം പറയും, എൻ്റെ പേര് പവനായി. ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് നാരായണൻ എന്ന് പറയുന്ന പേര് അത്ര യോജിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പവനായി എന്നിട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗുകൾ ഞാൻ എഴുതിയതാണല്ലോ. അപ്പം നാട് ചോദിക്കുമ്പം കാഞ്ഞങ്ങാടിനടുത്തുള്ള രാവണേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് നാട് എന്ന് പറയും. അത് രവിയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മയാണ് രാവണേശ്വരം എന്ന് പറയുന്നത്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇന്നസെന്റ് എന്നോട് പറഞ്ഞു,